കൂടുതൽ യുവാക്കളെ ആർമിയിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. സിനിമയല്ലാതെ യാഥാർത്ഥ്യത്തിൽ സൈനിക വേഷം ധരിച്ചപ്പോൾ കൂടുതൽ അഭിമാനം തോന്നുന്നുവെന്നും അദ്ദേഹം മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഡൽഹിയിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ 60ാം വാർഷിക പരേഡിന് ശേഷം മനോരമ ന്യൂസ് പ്രതിനിധി മനു സി കുമാർ മോഹൻലാലുമായി നടത്തിയ അഭിമുഖത്തിലേക്ക്. ലഫ്റ്റനന്റ് കേണൽ പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി ടെറിട്ടോറിയൽ ആർമിയുടെ പരേഡിൽ പങ്കെടുക്കുന്ന ശ്രീ മോഹൻലാൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. സർ, ആദ്യമായാണ് ഇങ്ങനൊരു പരേഡിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പരേഡ്? ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ. ഇന്ത്യൻ ആർമിയുടെ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു പരേഡിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഭയങ്കര അഭിമാനമായി കരുതുന്നു. മാത്രമല്ല, അതിന്റെ ഡയമണ്ട് ജൂബിലിയാണ്, 60th ഇയർ ആണ്. രാജഗോപാലാചാരി അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. ഒരു വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഏറ്റവും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയിരിക്കുകയാണ്, ഏറ്റവും വലിയൊരു ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് 44ഓളം ബറ്റാലിയനുകൾ ഇപ്പോൾ TAക്കുണ്ട് ഓൾ ഓവർ ഇന്ത്യ. അതുകൂടാതെ വലിയ എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റെയിൽവേ, ONGC, അതുപോലെ ജനറൽ ഹോസ്പിറ്റൽ, വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ പാരലൽ സിറ്റിസൺ ആർമി എന്ന് പറയും. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പൗരബോധമുള്ളവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതാണ്. കൂടുതൽ ചെറുപ്പക്കാരെ ടിയിൽ ചേരേണ്ടതാണ്. തീർച്ചയായിട്ടും ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ആസ് എ ഒരു വ്യക്തി എന്ന നിലയിലും വളരെ അഭിമാനം തോന്നുന്നു. താങ്ക് യു. സിനിമയിൽ ഈ വേഷം ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വേഷം ധരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫീലിംഗ്? നമ്മളിതൊരു റിയാലിറ്റി അല്ലേ. റിയാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പുറകിലുള്ളൊരു അധ്വാനം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസിപ്ലിൻ, അതിന്റെ ഒരു ഒരു അസോസിയേഷനെ കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ ഒരു ഇന്ത്യൻ ആർമിയോട് തന്നെ. അപ്പോൾ ഇനി ഞങ്ങൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടും. ഞങ്ങൾ കണ്ണൂർ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബറ്റാലിയൻ കണ്ണൂരിലേക്ക് വരും. തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല, നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയാം അതെല്ലാം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കൂടുതൽ യുവാക്കളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ലാലേട്ടൻ വരുന്നത് കൊണ്ട് പ്രയോജനമാകുമെന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറെ പ്രോജക്ട്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാം.